ഈ മുഖ്യമന്ത്രി വീട്ടിൽ ചെന്ന് ചോദിക്കാൻ പറയുമ്പോൾ ഈ മുഖ്യമന്ത്രി ഭരിക്കുന്നത് മുഴുവൻ സ്വന്തം വീട്ടുകാർക്ക് വേണ്ടിയാണ്. സ്വന്തം മകൾക്ക് സ്ത്രീധനമായിട്ട് കൊടുത്തതാണ് ഇവിടെ ഒരു മന്ത്രിസഭ. പൊതുമരാമത്ത് വകുപ്പ് എന്ന് പറയുന്നത് മകൾക്ക് സ്ത്രീധനമായിട്ട് കൊടുത്ത മുഖ്യമന്ത്രിയാണ്. ഒരു പ്രവർത്തകൻ എണീറ്റ് നിന്ന് ഒരു സംശയം ചോദിക്കുമ്പോൾ നീ നിൻ്റെ വീട്ടിൽ ചെന്ന് ചോദിക്ക്. അത് മാത്രമല്ല, മകൾക്ക് മാസപ്പടി എല്ലാ മാസവും മുടങ്ങാതെ എത്തിച്ചു കൊടുത്ത ഒരു മുഖ്യമന്ത്രി. ഇത് ഈ കേരളത്തിൻ്റെ ഒരു അധപ്പതനമാണ്. ഈ കേരളത്തിലെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ശരീരഭാഷ, സംസാരം, ആംഗ്യങ്ങൾ, അതോടൊപ്പം തന്നെ അവരുടെ അഹങ്കാരം, ധാർഷ്ട്യം, മാടമ്പിത്തരം, ഇതൊക്കെ കണ്ട് ഈ കേരളത്തിലെ ജനത ഇവരെ മടുത്തിരിക്കുകയാണ്. അവരെ നോക്കിയിട്ടാണ് കേരളത്തിലെ ജനത പറയുന്നത് മതിയായി, ഈ കോൺഗ്രസ്സുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും മതിയായി. കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ പ്രതിനിധിയാണ് മുഖ്യമന്ത്രി സ്വന്തം പാർട്ടിക്കാരനായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി സമ്മേളനത്തിൽ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ വീട്ടിൽ ചെന്ന് ചോദിക്ക് എന്ന് പറയുമ്പോൾ ഈ മുഖ്യമന്ത്രിയെക്കുറിച്ച് ഈ നാട് എന്താ മനസ്സിലാക്കേണ്ടത്? ഈ മുഖ്യമന്ത്രി വീട്ടിൽ ചെന്ന് ചോദിക്കാൻ പറയുമ്പോൾ ഈ മുഖ്യമന്ത്രി ഭരിക്കുന്നത് മുഴുവൻ സ്വന്തം വീട്ടുകാർക്ക് വേണ്ടിയാണ്. സ്വന്തം മകൾക്ക് സ്ത്രീധനമായിട്ട് കൊടുത്തതാണ് ഇവിടെ ഒരു മന്ത്രിസഭ. പൊതുമരാമത്ത് വകുപ്പ് എന്ന് പറയുന്നത് മകൾക്ക് സ്ത്രീധനമായിട്ട് കൊടുത്ത മുഖ്യമന്ത്രിയാണ്. ഒരു പ്രവർത്തകൻ എണീറ്റ് നിന്ന് ഒരു സംശയം ചോദിക്കുമ്പോൾ നീ നിൻ്റെ വീട്ടിൽ ചെന്ന് ചോദിക്ക് എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുന്നത്. അത് മാത്രമല്ല, മകൾക്ക് മാസപ്പടി എല്ലാ മാസവും മുടങ്ങാതെ എത്തിച്ചു കൊടുത്ത ഒരു മുഖ്യമന്ത്രി. ഇത് ഈ കേരളത്തിൻ്റെ ഒരു അധപ്പതനമാണ്. അതുപോലെ തന്നെ വി.ഡി. സതീശൻ സ്വന്തം പ്രവർത്തകരെ തട്ടിമാറ്റി അഹങ്കാരത്തിൻ്റെ ആൾരൂപമായി പോകുന്ന വി.ഡി. സതീശനെ നമ്മൾ കാണുകയാണ്. ഇത് നമുക്ക് അവസാനിപ്പിക്കണം. ഇവിടെ മാന്യമായിട്ട് മനുഷ്യരോട് ഇടപെടാൻ കഴിയുന്ന, മാന്യമായിട്ട് സഹപ്രവർത്തകരോട് ഇടപെടാൻ കഴിയുന്ന പുതിയ നേതാക്കന്മാർ വരണം. പരമ്പരാഗതമായിട്ടുള്ള ഈ രീതികൾ അവസാനിപ്പിച്ച് മുന്നോട്ട് വരുന്ന ഒരു നവ നേതൃത്വമാണ് ഇന്ന് BJP-യുടേതും NDA-യുടേതുമായിട്ട് പുറത്തു വരുന്നത്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ, ശ്രീ സാബു എം ജേക്കബ്, ശ്രീ തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയ നേതാക്കന്മാരുടെ ഒരു വലിയ നിര NDA-ക്കുണ്ട്. ഇവർ അതാത് മേഖലകളിൽ വിജയം നേടിയവരാണ്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് നമുക്കറിയാം. ഒരു വിദ്യാസമ്പന്നനായിട്ടുള്ള, കാഴ്ചപ്പാടുള്ള, വിഷണറി ആയിട്ടുള്ള, അതോടൊപ്പം തന്നെ ടെക്നോക്രാറ്റ് ആയിട്ടുള്ള, 18 വർഷം രാജ്യസഭയിലിരുന്നിട്ടുള്ള, 4.5 വർഷം കേന്ദ്രമന്ത്രിയായിരുന്ന, വലിയ ഉന്നതമായിട്ടുള്ള വ്യക്തിത്വം പുലർത്തുന്ന ഒരാൾ BJP-യുടെ നേതൃത്വത്തിൽ വരുന്നു. അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം എന്താ പറഞ്ഞത്? അഴിമതിയും, വ്യാപകമായിട്ടുള്ള അഴിമതിയും അതോടൊപ്പം തന്നെ ഈ വിവാദങ്ങളുമല്ല അദ്ദേഹം ഉണ്ടാക്കിയത്. അദ്ദേഹം പറഞ്ഞത് വികസിത കേരളം എന്നാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രാജീവ് ചന്ദ്രശേഖറാണ്. ആ രാജീവ് ചന്ദ്രശേഖരനെ പോലും അപമാനിക്കുകയും അധിക്ഷേപിക്കാനുമാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ചെയ്യുന്നത്. അതേസമയത്ത് അവരുടെ നേതാക്കന്മാർ മൂന്നാം കിട നിലവാരത്തിൽ സ്വന്തം പാർട്ടി പ്രവർത്തകരോട് പോലും പ്രതികരിക്കുന്ന നേതാക്കന്മാരായിട്ട് അവരുടെ നേതാക്കന്മാരും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും അധപ്പതിക്കുകയാണ്. ഇത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്.